നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂരിലെ NDA പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുകയാണ് പ്രധാനമന്ത്രി. ഈ വരുന്ന ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നത്. NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ് നരേന്ദ്രമോദി പങ്കാളിയാകുന്നത്. ആദ്യം പാലക്കാട് മണ്ഡലം സന്ദർശിച്ച ശേഷമായിരിക്കും പ്രധാനമന്ത്രി തൃശൂരിലേക്ക് എത്തുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ മോദിയുടെ സാന്നിധ്യം വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് NDA വിലയിരുത്തുന്നത്. പത്മജ വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ ആവേശം പകരുന്നതായിരിക്കും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം. സ്വരാജ് റൗണ്ടിൽ തുറന്ന വാഹനത്തിൽ റോഡ് ഷോയിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും മോദി മടങ്ങുന്നത്. മോദിയുടെ സന്ദർശനത്തിന്റെ കൃത്യമായ സമയക്രമവും റോഡ് ഷോ കടന്നു പോകുന്ന പാതകളും സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. ഇതിനോടകം തന്നെ തൃശൂരിലെ സ്ഥാനാർത്ഥികൾ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ തൃശൂരിൽ കഴിഞ്ഞ ദിവസം രാജൻ പല്ലനെതിരെ വിമതനായി മത്സരിക്കാൻ നോമിനേഷൻ നൽകിയിരുന്നു 3 തവണ കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന ജയപ്രകാശ് പൂവത്തിങ്കൽ. കൂടാതെ തൃശൂരിൽ LDF സർക്കാർ തന്നെ വീണ്ടും വരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPI സ്ഥാനാർത്ഥി ആലങ്കോട്ട് ലീലാകൃഷ്ണൻ. ഇത്തരത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നിടത്താണ് BJP സ്വാധീനമുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങിയുള്ള പ്രചാരണം 2024 ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിരുന്നു. ഈ പ്രചാരണവും തൃശൂർ മണ്ഡലം അത്തരത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നതിന് സാധ്യത കൂടുതലാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.